Hello everyone, welcome to Kids Area Online. മലയാളത്തിലെ ആദ്യ അക്ഷരങ്ങൾ ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുവാണ്. ആദ്യ അക്ഷരങ്ങൾ മുതൽ ഓരോ ക്ലാസ്സുകളും, അതായത് വാക്കുകൾ പഠിക്കുന്നത് വരെ അല്ലെങ്കിൽ സെൻറ്റൻസ് റീഡിംഗ് അല്ലെങ്കിൽ സെൻറ്റൻസ് റൈറ്റിംഗ് പഠിക്കുന്നത് വരെ നമ്മൾ മലയാളം ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യുവാണ്. ആദ്യ അക്ഷരങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ടത് ആദ്യം പഠിക്കേണ്ട അക്ഷരങ്ങളാണ്. ഇതിൻ്റെ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സിൻ്റെയും വർക്ക്ഷീറ്റ്സ് PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുവാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളതുപോലെ LKG UKG ഫുൾ സിലബസ് ക്ലാസ്, അത് ക്ലാസ്സായിട്ടും, അതായത് സ്കൂളിൽ പഠിക്കുന്നത് പോലെയുള്ള ക്ലാസ്സായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ അത് ട്യൂഷനായിട്ടും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കോഴ്സസും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമ്മൾ പഠിക്കുവാൻ പോകുന്ന അക്ഷരം ഏതാണെന്ന് നിങ്ങൾക്കറിയാവോ? ദാ ഇവിടെ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ റൗണ്ട് കണ്ടിട്ടുണ്ടല്ലോ, സർക്കിൾ കണ്ടിട്ടുണ്ടോ? വട്ടം വരയ്ക്കുക. അതുപോലെ കാണുന്ന ഒരു അക്ഷരമാണ്. എന്നാൽ ആ റൗണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ടോ? കൂട്ടിമുട്ടിയിട്ടുണ്ടോ? ഇല്ല. താഴെ ആ റൗണ്ടിൻ്റെ താഴെ കൂട്ടിമുട്ടാതെ ദാ ഇതുപോലെ കാണുന്ന ഒരു അക്ഷരം മലയാളത്തിലുണ്ട്. ഈ അക്ഷരത്തിൻ്റെ പേരാണ് റ. എന്താ? റ. പറഞ്ഞേ, റ. ഇതേത് അക്ഷരമാണ്? റ. റ. ഇന്ന് നമ്മൾ പഠിക്കുന്ന അക്ഷരം റ. റ എന്ന അക്ഷരം വരുന്ന ചില വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ ശ്രദ്ധിക്കൂ. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാവോ? അറിയാവോ? ഇത് നമ്മൾ ആഹാരമായി കഴിക്കാറുണ്ട്. അറിയാവോ? ഇതാണ് റവ. റവ. അവിടെ നിങ്ങൾ റ എന്ന സൗണ്ട് കേട്ടായിരുന്നോ? അതെ, റ. റവ. റ. ഇതാണ് റ. റവ. ഓക്കെ, ഇത് ഏതക്ഷരമാണ്? റ. നിങ്ങൾ ആദ്യം പഠിച്ചതുപോലെയുള്ള സെയിം അതേ അക്ഷരമാണ് ഇത്. റ. റ. റവ. റവ എന്ന വാക്കിൽ ഏതക്ഷരമുണ്ട്? റ. ഏതാണ് ഈ അക്ഷരം? റ. റ എങ്ങനെയാണ്? നമ്മൾ വട്ടം വരയ്ക്കും അല്ലെങ്കിൽ റൗണ്ട് വരയ്ക്കുമ്പോൾ താഴെ ജോയിൻ ചെയ്തിട്ടില്ലാത്തതുപോലുള്ള ഒരു അക്ഷരമാണ് റ. ഓക്കെ, അടുത്ത വാക്ക് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്കൊരു ചിത്രം, ഒരു പിക്ചർ കാണാം. ഇതൊരു വീടാണ്. വീടിന് എന്തുണ്ട്? തറ. തറ. എന്താണ്? തറ. തറ. റ. റ എന്ന ശബ്ദം നിങ്ങൾ കേട്ടായിരുന്നോ? റ. ഇതാണ് റ. നിങ്ങൾ പഠിച്ച റ എന്ന അക്ഷരമാണ് ഈ കാണുന്നത്. ഇതേത് അക്ഷരമാണ്? റ. പറഞ്ഞേ, റ. റ. ഡൗട്ട്സ് ഉണ്ടോ? സംശയമുണ്ടോ? നോ. ഓക്കെ, മറ്റൊരു ചിത്രം നമുക്ക് കാണാം. ഇതെന്താണെന്നറിയാവോ? പറവ. 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 റ എന്ന ശബ്ദം നിങ്ങൾ കേട്ടായിരുന്നോ? പറവ. റ എവിടാണ്? ഇതാണ് റ. റ. ഏതാണ് ഈ അക്ഷരം? റ. റ എന്ന അക്ഷരം ഇനി നിങ്ങൾ മറക്കില്ലല്ലോ. റ. റ. ഇതേതക്ഷരമാണ്? റ. റ. ഓക്കെ, മറ്റൊരു ചിത്രം നമുക്ക് നോക്കാം. ഇതെന്താണെന്ന് അറിയാവോ? പ
പാറ, പാറ, പാറ. പാറ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വലിയൊരു കല്ല് അല്ലേ? അതാണ് പാറ. ദാ നോക്കിക്കോളൂ, പാറ. റാ എവിടാണ്? റാ, റാ എന്ന അക്ഷരം. റാ, 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 റാ. അപ്പോൾ ഏതൊക്കെ ചിത്രങ്ങൾ നമ്മൾ കണ്ടു? ഒരിക്കൽ കൂടി നോക്കാം. ശ്രദ്ധിച്ചോളൂ. റവ, തറ, പറവ, പാറ. പറഞ്ഞേ. റവ, തറ, പറവ, പാറ. ഈ എല്ലാ വാക്കുകളിലും ആവർത്തിച്ചു വരുന്ന ശബ്ദം ഏതാണ്? ഏതാണ്? റാ, 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 റാ. ഇതേതാണ് അക്ഷരം? റാ, റാ. റാ എന്ന അക്ഷരം ഓർമ്മയുണ്ടാവുമല്ലോ. ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരം ഏതാണ്? റാ. ഓക്കെ. ഇനി നമുക്ക് റാ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പഠിക്കുവാനായിട്ട് പോവുകയാണ്. പഠിച്ചാലോ? റാ എന്ന അക്ഷരം നമുക്ക് എഴുതുവാനായിട്ട് പഠിക്കാം. ശ്രദ്ധിച്ചോളൂ. റാ, 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 റാ. റാ. ഇന്നു നമ്മൾ എഴുതുവാൻ പഠിച്ച അക്ഷരം ഏതാണ്? റാ. നിങ്ങൾ ഒരു ബുക്കിൽ എഴുതി നോക്കുക. എങ്ങനെ എഴുതുക? താഴെ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. റാ. ഓക്കെ, എഴുതുമല്ലോ. അപ്പോൾ ആദ്യത്തെ അക്ഷരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതാണ് അക്ഷരം? റാ, റാ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത അക്ഷരം പഠിക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.